മോർണിംഗ് എവരിബഡി. ഞങ്ങൾ ടെക്നിക്കൽ വാല്യുവേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സെക്രട്ടറി ആണ് ഞാൻ. എൻ്റെ പേര് ബോബി ജോയ്. ഇത് പ്രസിഡന്റ് രത്നാകരൻ, ടെക്വ ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സജീവ്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിഘ്നേഷ്. ബേസിക്കലി ടെക്വ എന്ന സംഘടന ബാങ്കിൻ്റെ വാല്യുവേഷൻസ്, അതായത് ബാങ്കിൻ്റെ എംപാനലിൻ്റെ വാല്യുവേഴ്സാണ് ടെക്വ മെമ്പേഴ്സ്. ബേസിക്കലി അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ അപ്രൈസർ ആയിട്ട് വരുന്നത് ഞങ്ങളെ കണക്കുള്ള ക്വാളിഫൈഡ് എൻജിനീയേഴ്സാണ് ബാങ്കിൻ്റെ വാല്യുവേഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. മിക്ക ബാങ്കിലും ഞങ്ങളുടെ സംഘടനയിലുള്ളവർ എംപാനൽഡാണ്. SBI, കാനറ ബാങ്ക്, കർണാടക ബാങ്ക്, എവിടെയായാലും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ബാങ്കുമായിട്ടുള്ള ഡീലിങ്സിൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞങ്ങളുടെ പേയ്മെൻറ്റുകൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൊട്ടേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ബാങ്ക് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെതിരെയായിട്ട് ഞങ്ങളിപ്പോഴൊരു സ്ട്രൈക്ക് ധർണ നാളെ ട്രിവാൻഡ്രം SBI പൂജപ്പുര LHOയുടെ ഫ്രണ്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിലിംഗ് ഞങ്ങളുടെ പ്രസിഡന്റ് ഡിസ്ക്രൈബ് ചെയ്യും. ഗുഡ് മോർണിംഗ് ടു ഓൾ. ടെക്വ 2020 ഫോം ചെയ്തത്. അതുവരെ നമ്മുടെ വാല്യുവേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ടെക്വയുടെ ഫോർമേഷൻ ഉണ്ടായത്. അതായത് വാല്യുവേഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ബാങ്കുകളുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ ബാങ്കിൻ്റെ ഓപ്പറേഷൻസും നടക്കുന്നത് സോഫ്റ്റ്വെയറിലൂടെയാണ്. പക്ഷേ വാല്യുവേഷൻ പ്രോസസ്സിങ് മാത്രം ഇപ്പോഴും നടക്കുന്നത് പഴയ കൺവെൻഷണൽ രീതിയിലാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയറിലൂടെ പോകാതിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്കിന് എംപാനൽഡ് ആയിരിക്കുന്ന സപ്പോസ് ഒരു സെക്ഷനിൽ ഒരു RACPSയിൽ 10 വാല്യുവർമാരെ എംപാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന് താല്പര്യമുള്ള ആൾക്കാരെ മാത്രമാണ് പലപ്പോഴും അത് വർക്ക് അസൈൻ ചെയ്യാം. ആ ഒരു സിസ്റ്റം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിലൂടെ എംപാനൽ വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് റൊട്ടേഷൻ സമ്പ്രദായം എന്ന് പറയും. നോർമലി ബാങ്കിന്റെ ഇപ്പോൾ SBIയുടെ കേസിൽ പറയുകയാണെങ്കിൽ 2019 വളരെ വ്യക്തമായ പോളിസി ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട്, ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ വാല്യുവേഷൻ ഡിസ്ട്രിബ്യൂഷൻ റൊട്ടേഷൻ ബേസിലേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ബാങ്കിന്റെ താല്പര്യം കണക്കിലെടുത്തിട്ട് അവരൊരിക്കലും റൊട്ടേഷൻ പോളിസി പാലിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സോഫ്റ്റ്വെയറിലൂടെ ആണ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്. 2019 തന്നെ വെണ്ടർ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിലും അവർ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ അല്ലാതെ കൺവെൻഷണൽ മെത്തേഡിൽ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടോ അല്ലാതെയോ വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇമെയിലൂടെയാണ് മിക്കവാറും വാല്യുവേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ വേറൊരു സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇതിന് യാതൊരു റെക്കോർഡ് ഉണ്ടാവില്ല. വാല്യുവേഷൻ കൊടുത്തതിനോ അല്ലെങ്കിൽ പേയ്മെന്റ് ബില്ല് കൊടുത്തതിനോ ബില്ല് വാങ്ങിയതിനോ ഒരു റെക്കോർഡും അവർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിന്റെ ഫലമായിട്ട് 3, 4, 5 വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് പെൻഡിങ് ഫീസ് ഇവരുടെ കയ്യിൽ ഒന്ന് സംഭവിക്കുന്നത്. അതായത് ഓരോ വേലർക്കും ചില വേലർക്കൊക്കെ 5, 10, 15, 20 ലക്ഷമൊക്കെ ഒരു അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അത് അവരെ വിക്ടിമൈസ് ചെയ്യാം. അപ്പൊ ചോദിക്കാത്തവരുടെ വാല്യുവേഷൻ കണ്ടിന്യൂസ് ആയി പോകുന്നു. ചോദിക്കുന്നവർ ആരെങ്കിലും കുറച്ച് കർശനമായ ഫീസിൽ നിർബന്ധിച്ചാൽ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവോയ്ഡ് ചെയ്യുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാത്തതിലൂടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഏതൊരു ബില്ലും നമ്മളൊരു സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും ഒരു ബില്ല് ഒരു ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി അത് അക്കൗണ്ടിങ് ചെയ്യും. അത് അക്കൗണ്ടിലേക്ക് കയറേണ്ടതാണ്. അപ്പോൾ SBIയുടെ കേസിൽ ഒരൊറ്റൊരു ബില്ല് പോലും വാല്യുവർമാരുടെയോ ലീഗൽ അഡ്വൈസർമാരുടെയോ ഒരൊറ്റൊരു ബില്ലും അവർ അക്കൗണ്ടിലേക്ക് കയറ്റുന്നില്ല. ഇറ്റ്സ് ഇൻ എ പാർട്ട് ഓഫ് ദർ അക്കൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ ലയബിലിറ്റി ആയിട്ട് അവരുടെ പേര് കാണില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് വേറൊരു ഫീസ് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു റെക്കോർഡും ഇല്ല. മാനേജർ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ പറയും ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിലില്ല. ലോൺ അവർ പാസ്സാക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ റെക്കോർഡ് അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർ ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു കൃത്യമായിട്ട് അവര് ഫീസ് ഡിഡക്ട് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ലോൺ പാസ്സാക്കാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ അതുണ്ട്. പക്ഷെ എന്നാലും അവർ അത് ഹെൽഡപ്പ് ചെയ്ത് ആ ഒരു എന്താ പറയുക മിറർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അവിടെ കിടക്കുകയാണ്.
അപ്പോൾ അതൊരിക്കലും അവർ റിലീസ് ചെയ്യാൻ പറയുമ്പോൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോൾ അവർ ആ വാലറെ മാറ്റി വേറൊരു വാലറെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ശരിക്കും 2019 പോളിസി പ്രകാരം SBIയുടെ അതിൽ പറയുന്നത് വർക്ക് ഓർഡർ കൊടുക്കണമെന്നാണ്. ഓരോ അസൈൻമെന്റ് കൊടുക്കുമ്പോഴും അത് കൃത്യമായിട്ടുള്ള വർക്ക് ഓർഡർ കൊടുക്കണം. അതിനകത്ത് ഡോക്യുമെന്റ്സ് ഏതൊക്കെ പ്രൊവൈഡ് ചെയ്തു, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എത്രയാണ് ഫീസ്, എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് കൊടുക്കണം, ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് കൃത്യമായ വർക്ക് ഓർഡർ കൊടുക്കണമെന്നാണ് പോളിസി പറയുന്നത്. പക്ഷേ വർക്ക് ഓർഡർ എന്നൊരു സിസ്റ്റമേ ഇല്ല. SBIയുടെ കേസിൽ വർക്ക് ഓർഡർ എന്നൊരു സിസ്റ്റം ഇല്ല. ചില കോർണർ, ഉദാഹരണത്തിന് കണ്ണൂര് 1-2 സ്ഥലത്ത് മാത്രം വർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. അതർവൈസ് അത് കൊടുക്കുന്ന എപ്പോഴാണെന്ന് ഓഡിറ്റ് വരുമ്പോൾ ഓഡിറ്റ് റിമാർക്ക് വന്നാൽ മാത്രം, അതർവൈസ് നോർമലി ഒരു പ്രൊസീജിയർ ആയിട്ട് ഒരു വർക്ക് ഓർഡർ കൊടുക്കുന്നില്ല. മൂന്നാമത്തെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോക്യുമെന്റ്സ് ചിലപ്പോൾ കൊടുക്കുന്നത് പറഞ്ഞാൽ വളരെ ഒരു തുച്ഛമായ ഡോക്യുമെന്റ് ആയിരിക്കും. അപ്പം ഉദാഹരണത്തിന് ലീഗൽ റിപ്പോർട്ട്, ചില വാലർമാർക്ക് ഇത് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ലീഗൽ റിപ്പോർട്ട് മാത്രമേ കൊടുക്കൂ. ഒരു ലീഗൽ റിപ്പോർട്ട് മാത്രം കൊടുത്തിട്ട് വാല്യുവേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ലാൻഡും ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും. ലീഗൽ റിപ്പോർട്ട് നോർമലി ലാൻഡിന്റെ കാര്യം മാത്രമേ പറയൂ. ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ അവർക്ക് റോളില്ല. കാരണം ബിൽഡിംഗ് ചിലപ്പോൾ അപ്രൂവ്ഡ് ആയിരിക്കാം, അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൺസ്ട്രക്ഷൻ അപ്രൂവ് കിട്ടിയിരിക്കും, ഫസ്റ്റ് ഫ്ലോറിൽ ചിലപ്പോൾ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ കൃത്യമായിട്ടുള്ള അപ്രൂവ്ഡ് പ്ലാൻ കൊടുക്കാതിരുന്നാൽ സംഭവിക്കുന്നത് വെച്ചാൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 2 നില ബിൽഡിംഗ് ആയിരിക്കും. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ കൺസ്ട്രക്ഷൻ പ്ലാന് ബിൽഡിംഗ് അപ്രൂവ്ഡ് ഉണ്ടാവും. അപ്പം വാലർ അവിടെ നോക്കുമ്പോൾ 2 നില ബിൽഡിംഗ് ഉണ്ട്. അപ്പം വാലർക്ക് അത് പറയാൻ പറ്റില്ല ഇത് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ബാങ്ക് അതിന് ഡോക്യുമെന്റ് കൊടുത്താൽ മാത്രമേ മനസ്സിലാവും. പക്ഷെ ഒരിക്കലും ബിൽഡിങ്ങിന്റെ പ്ലാന് അവര് കൺസ്ട്രക്ഷൻ കേസ് ഒഴികെ ബാക്കിയുള്ള ലാബ് കേസിലോ മറ്റുള്ള ബിൽഡിംഗ് ഇത് ബിസിനസ് ലോണിന്റെ കേസിലോ അവർ കൺസ്ട്രക്ഷന്റെ അപ്രൂവ്ഡ് പ്ലാൻ കൊടുക്കില്ല. അപ്പോൾ അതിനോട് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻ കേസ് അത് NP ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിന് അപ്രൂവൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോർ രണ്ടും അപ്രൂവൽ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ലീഗൽ ഇഷ്യൂസ് സബ്സിക്വന്റ്ലി ലോണ് NP ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ 40% ഫീ കൊടുക്കലാണ്. 40% മിക്കവാറും 75% കേസിലും 40% ഫീ കൊടുക്കാറില്ല. ചിലപ്പോൾ ലോണ് പാസ്സാവാതിരിക്കാം, ചിലപ്പോൾ ലോണ് ഡിലേ ആവാം. അപ്പോൾ 40% എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പോളിസിയിലുണ്ടെങ്കിലും അവരൊരിക്കലും 40% ഫീസ് കൊടുക്കാറില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം, ലോൺ റിജക്ട് ആയി കഴിഞ്ഞാൽ ശരിക്കും ബാംഗ്ലൂർ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ടതാണ്. ലോൺ റിജക്ട് ആയി കഴിഞ്ഞാൽ അവർ പറയും, അതും ചോദിച്ചാലേ പറയും. അപ്പോഴേക്ക് GST പേയ്മെന്റ് GST ഒക്കെ അടച്ച് GST റിട്ടേൺ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ GST പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും, ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, അവിടെ പോയിട്ട് അവർ ഓടി പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ പൈസ സ്പെൻഡ് ചെയ്യുന്ന പൈസ പോലും SBI കൊടുക്കുന്നില്ല. കാരണം അവർ പറയും ലോൺ റിജക്ട് ആയി. അത് ചിലപ്പോൾ 5, 6, 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നുണ്ടാവും. പിന്നെ വേറെ അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊടുക്കാത്ത ഫീസിന്റെ TDS ഒരിക്കലും സർക്കാരിന്റെ ലോസ് ആണ്. കാരണം TDS എന്ന് പറയുന്നത് പൈസ കൊടുക്കുമ്പോഴാണ് 10% കട്ട് ചെയ്തിട്ട് അത് സർക്കാരിലേക്ക് ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ പുതിയൊരു ലിസ്റ്റ് എടുത്ത പ്രകാരം 1 കോടി 12 ലക്ഷത്തോളം ഫീസ് ഇന്ന് 21 പേരുടെ കളക്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആക്ച്വൽ ഇത് ചിലപ്പോൾ 2 കോടിയോ 3 കോടിയോ ആയിരിക്കാം കേരളത്തിൽ മാത്രം. ഓൾ ഇന്ത്യയിൽ എടുത്താൽ ചിലപ്പോൾ അത് 15-20 കോടിയായിരിക്കും. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 15 കോടി ഡ്യൂ ഉണ്ടെങ്കിൽ 1.5 കോടിയോളം അത് സർക്കാരിന് ലോസ് ആണ്. കാരണം 10% കൂട്ടിയാണ്. പിന്നെ പലരും GST അടക്കുന്നുണ്ട്. അപ്പൊ GST അടക്കുന്നത് ഈ SBI കൃത്യമായി പേയ്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് പലരും GST ആദ്യം അടക്കില്ല, പേയ്മെന്റ് കിട്ടിയാലും അടക്കും. അപ്പൊ അങ്ങനെ അൺപെയ്ഡ് ആയിട്ടുള്ള ഡ്യൂ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ GST 18% കൂട്ടിയാൽ അതും കോടികളായിരിക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇതൊക്കെ ഇതാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഗവർണറുടെ നോട്ടീസിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ നോട്ടീസിന് കൃത്യമായൊരു മറുപടി തന്നിട്ടില്ല. എല്ലാം നമ്മൾ പ്രൊഫഷണൽ സോൾവ് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു വേഗമായിട്ട് അങ്ങനെ തൊടാനുള്ള ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നാളെ കൃത്യമായി 11 മണിക്ക് ധർണ നമ്മൾ 12 മണി തുടങ്ങും, 5 മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് MM ഹസൻ മുൻ DPC പ്രസിഡന്റ്, അതുപോലെ തന്നെ IB സതീഷ് MLA, JR പത്മകുമാർ BJP സ്പോർട്സ്മാൻ, ഈ 3 പേരും നമ്മൾ ഫെലിസിറ്റേഷൻ സ്പീച്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ ഒന്ന് കവർ ചെയ്യണം, പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയാണ് പറയാനുള്ളത്. അതുകൊണ്ട് അതിന്റെ പ്രസ് റിലീസിന്റെ നോട്ട് അതിൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയി. MSMED ആക്ട് പ്രകാരം പല വാലർമാരും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ MSMED ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 15 പറയുന്നത് 45 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം. ഇൻ കേസ് 45 ദിവസം കടക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 3 times the ബാങ്ക് റേറ്റ് ആണ് അതിന്റെ പെനാൾട്ടി. അപ്പോൾ അങ്ങനെ പെനാൾട്ടി കൊടുക്കേണ്ട അവസ്ഥ ശരിക്കും ബാങ്കിനുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം നമ്മളുടെ ഇതിലുള്ള ഏകദേശം 10-60ഓളം ആൾക്കാർ ഓൾറെഡി MSME രജിസ്റ്റേർഡ് ആണ്. ഞാൻ
ഞാൻ MSME രജിസ്റ്റേർഡ് ആണ്. അപ്പൊ എനിക്ക് പിന്നെ SBIയുടെ ഫീസ് കിട്ടാതായപ്പോൾ 3-4 വർഷത്തെ ഇതായപ്പോൾ ഞാൻ MSME ആക്ട് പ്രകാരം MSE ഫെസിലിറ്റേഷൻ കൗൺസിലിൽ കോഴിക്കോട് അവിടെ പരാതി കൊടുത്തു. അത് പ്രകാരം എനിക്ക് ഏകദേശം 56,641 രൂപ അവര് പിന്നെ ക്രെഡിറ്റ് ആക്കി തന്നു. മീൻസ് ഇതിന്റെ MSME അവാർഡ് പ്രകാരം. അപ്പോൾ അങ്ങനെ മിക്കവാറും എല്ലാവരും ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്കിന് ട്രമൻഡസ് ലോസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട MSMEയുടെ സെക്ഷൻ 22 പ്രകാരം 6 മാസം കൂടുമ്പോൾ അതിന്റെ ഇത് കൊടുക്കണം, മീൻസ് റിട്ടേൺ കൊടുക്കണം. 6 മാസം കൂടുമ്പോൾ ഏതൊക്കെ പെൻഡിങ് ആണ്, പെൻഡിങ്ങിന് കാരണം എന്താണ്, അത് റിട്ടേൺ കൊടുക്കേണ്ടത് പിന്നെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MSME ഡിപ്പാർട്ട്മെന്റിനാണ്. അപ്പൊ അത് മിക്കവാറും SBI കൊടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ ചോദിച്ചപ്പോൾ അതിനകത്ത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പം 2 കാര്യമാണ്. ഒന്ന്, 45 ഡേയ്സ് കൊടുത്തില്ലെങ്കിൽ അതിന് പിന്നെ 3 times കോമൺ ഇൻട്രസ്റ്റ്, പിന്നെ 6 മാസം കൂടുമ്പോൾ അതിന്റെ റിട്ടേൺ വിത്ത് ഇൻട്രസ്റ്റ്, അതിന്റെ കാരണമടക്കം പിന്നെ MSME ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ലെങ്കിൽ പിന്നെ 3 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 3 മാസം ഇംപ്രിസൺമെന്റോ മറ്റോ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. അപ്പൊ അദ്ദേഹം അത് വ്യക്തമായിട്ട് നമ്മൾ ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.